ഇനി നമുക്ക് പട്ടിക്കുട്ടൻ്റെ തലയുടെ ഭാഗത്തുള്ള ഔട്ട്ലൈൻ ഒന്ന് ക്ലിയർ ആയിട്ട് വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ വരച്ച സ്ഥലം നമ്മൾ നേരത്തെ ചെയ്ത ആ കണ്ണിൻ്റെ മേലെയുള്ള ഭാഗം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്കറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത പോലെ ഡാർക്കായിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് അതൊന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് അണ്ടർടോണാണ് വരുന്നത്. ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നോക്കുമ്പോൾ ഇവിടെ ചില ഭാഗത്തൊക്കെ ഒരു ഫോൾഡ് പോലെ വരുന്നുണ്ട്, ഒരു മടക്ക് പോലെ. അപ്പോൾ അവിടെ ആ ഫോൾഡ് പോലെ വരുന്ന ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക് കളർ പെൻസിൽ വെച്ചിട്ട്. ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഇവിടെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ കുറച്ചും കൂടി ഡെൻസായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇത്തവണ ഈ ലൈറ്റ് പ്രഷർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ കുറച്ചും കൂടി ഡെൻസായിട്ട് കുറച്ചും കൂടി കട്ടിയിൽ കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഹെയർസ് വരച്ചു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളർ, അതായത് ഈ പീച്ച് കളർ വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവിടെ ഒന്ന് പീച്ച് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പോർഷനിൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇത് ചെവിയുടെ ഭാഗമാണ്. നമുക്ക് പിന്നീട് അങ്ങോട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആകണമെന്ന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ബ്ലാക്ക് വെച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുക്കുവാണ്. ആദ്യം നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് വരുന്ന സ്ഥലത്ത് ബ്ലാക്ക് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ചെയ്യാം. ഇനി ബ്രൗണിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഒരു ലെയറും കൂടി നമുക്ക് കൊടുക്കാം. എന്നിട്ട് ലൈറ്റ് ടോണിൽ ഒരു ലെയറും കൂടി. ഇനി നമുക്ക് ഹെഡിന്റെ പോർഷൻ ചെയ്യാം. നമ്മൾ ആദ്യം ബ്രൗൺ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് അവിടെ ഫുള്ള് ഹെയർസ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം ഈ ബോർഡറിൻ്റെ മേലെ, അതായത് ഈ ലൈൻ വരച്ചേക്കുന്നതിൻ്റെ മേലെയാണ് ആദ്യം ഹെയർസ് കൊടുക്കുന്നത്. ലൈൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഹെയർസ് വരയ്ക്കുന്നത്. ഇത് ഈ ലൈൻ ഈ ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഹെയർസ് ചെയ്യുന്നു. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഹെയർസ് കൊടുക്കുന്നത്. ഇനി ഈ ചെയ്തത് മുഴുവനും ബ്ലാക്ക് വെച്ചിട്ട് ഒരു ലെയറും കൂടി ചെയ്യുവാണ്. ഇത്തവണ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൂടി കവർ ചെയ്യുകയാണ്. ഈ ലൈൻ മാത്രമല്ല, ഇതിൻ്റെ മേലെയുള്ള പോർഷൻ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് കവർ ചെയ്യുകയാണ്, ഹെയർസ് വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ ബ്രൗൺ വെച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുക്കുകയാണ് മീഡിയം പ്രഷറിൽ. ഇത്തവണ നമ്മൾ ഹെയർസ് അല്ല ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്തതെല്ലാം ഒന്ന് കവർ ചെയ്യണം ബ്രൗൺ വെച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ ബ്രൗണിൻ്റെ തൊട്ട് താഴത്തെ ഷെയ്ഡ് വെച്ച് ഇതിൻ്റെ മേലെ എല്ലാം ഒന്ന് ബർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലൈനിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രഷർ ഇട്ടിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടും. ആ ഒരു ലൈനിന് വെച്ച് നമ്മൾ സെക്ഷൻ തിരിച്ചത് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എങ്ങോട്ടാണോ ആ ലൈൻ വെച്ച് ഡയറക്ഷൻ തിരിച്ചത് ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ ബർണിഷും ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങോട്ട്, 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 ഇതിങ്ങോട്ട്. ഇനി നമ്മൾ ബ്ലാക്കിലേക്ക് തിരിച്ചു പോവാണ്. കുറച്ചു മുമ്പ് ചെയ്ത പോലെ വീണ്ടും ബ്ലാക്ക് വെച്ചിട്ട് ഹെയർസ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേളത്തെ ഭാഗത്തുനിന്ന് തുടങ്ങാം. കാരണം അതിൻ്റെ മേലെയാണ് രണ്ടാമത്തെ ഭാഗത്തുനിന്ന് ഹെയർ വരുന്നത്, അതിൻ്റെ മേലെയാണ് ആ തേർഡ് ലെയർ വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മേളത്തെ ലെയർ ചെയ്തു. ഇനി അതിൻ്റെ അടിയിലത്തെ ലെയർ, അത് കുറച്ചും കൂടി നീട്ടം കൂടിയ ഹെയർസ് ആണ് വരയ്ക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്തത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഹെയർസ് ആയിരുന്നു. അതുപോലെ ഇത് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. കാരണം ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലെയേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും ഇത് ചെയ്ത് കഴിയാൻ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിലേക്ക്, അതായത് മേലേക്കും ഇങ്ങോട്ട് സൈഡിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേറിട്ട് മാറി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മളതൊന്നൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ ചെയ്യുവാണ്. അതായത് മുകളിൽ നിന്ന് വന്നിട്ട് സൈഡിലേക്ക് ഒരു സർക്കിൾ പോലെ ആ ഭാഗത്ത് നമ്മൾ ഹെയർസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും അങ്ങനെ വേറിട്ട് ഇങ്ങനെ മാറി നിൽക്കില്ല. ഇനി നമ്മൾ ഒന്നുകൂടി ഈ പോർഷൻ ബ്രൗണിൻ്റെ തൊട്ട് താഴത്തെ കളർ വെച്ച് ഒന്ന് ബർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തവണ നമ്മൾ ആ ഹെയർ പോകുന്ന ഡയറക്ഷൻ അനുസരിച്ച് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബർണിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതിന് മേലെ ബ്ലാക്ക് വെച്ചിട്ട് ഹെയർസ് വരച്ചു കൊടുക്കാം. ഈ ലെഫ്റ്റ് സൈഡിലെ ഹെയർസ് ആദ്യം വരയ്ക്കാം. അത് ചെയ്തതിന് ശേഷം ഈ മുകളിലത്തെ ഹെയർസ് ചെയ്യാം. ആദ്യം ചെയ്ത പോലെ ആദ്യം മുകളിലത്തെ ഹെയർ, അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ. അതുപോലെ നമ്മുടെ സൈഡിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അത് അങ്ങ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന പോലെ തോന്നാതിരിക്കാൻ സൈഡിൽ നിന്ന് വന്നിട്ട് മുകളിലേക്ക് പോകുന്ന പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
ഇനി സെക്കൻഡ് ലെയർ ചെയ്യാം. തേർഡ് ലെയർ. അത് കഴിഞ്ഞ് ഈ സൈഡും നമുക്ക് കവർ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ആ ചെവിയുടെ ഭാഗം ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ ചെയ്യുന്നില്ല, അത് വിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ബോർഡർ ഒന്ന് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇവിടെ കാല് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ലൈറ്റായിട്ടുള്ള പീച്ച് കളർ വെച്ച് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ കാലിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു, ഒരു ഔട്ട്ലൈൻ പോലെ. ഇനി നമുക്ക് അതിൻ്റെ ഓരോരോ പാർട്സ് ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കാം. ഇവിടെ നഖം വരുന്നുണ്ട്, അപ്പോൾ അത് വരയ്ക്കുവാണ്. ഇവിടെ രോമമാണ് വരുന്നത്, പിന്നെ ഇവിടെ നഖം. ഇനി നമുക്ക് അതിൻ്റെ ഫിംഗേഴ്സ് ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. ഈ നഖത്തിലേക്കാണ് ആ ഫിംഗർ പോകുന്നത്. അതുപോലെ ബാക്കി വിരലുകൾ നമ്മൾ വരയ്ക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അണ്ടർടോൺ ഒന്ന് കൊടുത്തു തുടങ്ങാം. അതിന് വേണ്ടി ബ്രൗൺ പെൻസിൽ വെച്ച് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യുവാണ്. ഈ സൈഡ് കുറച്ച് ഡാർക്കറായിട്ടും ഈ സൈഡ് കുറച്ച് ലൈറ്ററായിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് ബ്രൗൺ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ബോർഡർ നമ്മൾ ചെയ്യുന്നത് വളരെ ലൈറ്റ് പ്രഷർ ഉപയോഗിച്ചിട്ടാണ്. ഈ റൈറ്റ് സൈഡിലെ കുറച്ച് സ്ഥലം നമ്മൾ കളർ ചെയ്യാതെ വിടുവാണ്. അവിടെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടത്, അതുകൊണ്ട് കളർ ചെയ്യാതെ വിടുവാണ്. നമുക്ക് ലെഫ്റ്റ് ബാക്കിയുള്ള സ്ഥലത്തും ബ്രൗൺ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ഈ നഖങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് വെച്ചിട്ട് നല്ല പ്രഷറിൽ തന്നെ ബോർഡേഴ്സും നടുക്കത്തെ ഒരു ലൈനും നമ്മൾ കൊടുക്കുവാണ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്, കുറച്ച് പ്രഷർ ഉപയോഗിച്ച്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൻ്റെ ബോർഡറിലും ഷെയ്ഡ് ചെയ്യുവാണ്. ഇടയ്ക്ക് നമ്മൾ ആദ്യം കാലിൻ്റെ ഭാഗത്ത് ചെയ്ത പോലെ ഒരു ചെറിയ വൈറ്റ് ക്യാപ്പ് വിടുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് കളർ വെച്ച് ഇത് ഫുള്ളൊന്ന് ബർണിഷ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി കാലിൻ്റെ അടിയിൽ കാണുന്ന നഖത്ത് ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് വൈറ്റ് വെച്ച് ബർണിഷ് ചെയ്യുകയാണ്. ഇനി ബാക്കി നഖങ്ങളിലെല്ലാം നമ്മൾ ആദ്യം ചെയ്ത നഖം പോലെ ആ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നഖങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്കിപ്പോൾ ആദ്യം ബ്രൗൺ വെച്ച് ബ്ലോക്ക് ചെയ്തെടുത്ത ഭാഗത്ത് നമുക്കൊന്ന് കളർ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് കുറച്ച് ഷെയ്ഡ് കൂടുതൽ വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നഖത്തിൻ്റെ മേളിലായിട്ടും കൂടുതൽ ഡാർക്കർ ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്ക് ആദ്യം ബ്രൗൺ വെച്ച് ചെയ്തതിൻ്റെ മേലെ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫർ വരച്ച് തുടങ്ങാം. ഞാൻ ഇവിടെയാണ് ആദ്യം ഫർ വരയ്ക്കുന്നത്. ബ്രൗൺ വെച്ചിട്ട് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഫർ വരയ്ക്കുവാണ്. ഇനി ഇത് തന്നെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടും ചെയ്യുവാണ്. ഇനി ഒരു റൗണ്ട് കൂടി ബ്രൗൺ വെച്ചിട്ട് അതിനുശേഷം ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഫർ ഒന്നും കൂടി വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മേലെ പീച്ച് വെച്ചിട്ട് നമുക്ക് ബർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലാക്ക് വെച്ചിട്ട് ഇതിന് മേലെ മീഡിയം പ്രഷറിൽ ഒരു ലെയറും കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പീച്ച് വെച്ച് ബർണിഷ് ചെയ്യുന്നു. ഇതിന് മേലെ ബ്രൗൺ വെച്ചിട്ട് ഒരു ലെയർ ഫറും കൂടി ചെയ്യുവാണ്. എന്നിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഇവിടെയായിട്ട് ടെയിലിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. അത് ഡാർക്കാണ് അത്യാവശ്യം. അപ്പോൾ ആദ്യം ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുവാണ്. അതിൻ്റെ അകത്ത് ബ്രൗണിൻ്റെ തൊട്ട് താഴത്തെ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ബർണിഷ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് വീണ്ടും ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യുവാണ്.